ഞാനുള്ളത് ചക്കരക്കല്ല് ആനയാട്ട് റോഡിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പം ഇവിടെ എത്ര സെന്റ് സ്ഥലമുണ്ട് കൊടുക്കാൻ സാറേ? 42 അല്ലേ? 43 സെന്റ് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ കൊടുക്കാൻ. അത് സാറിന്റെ തന്നെ അല്ലേ? ആ, ആളുടെ റിലേറ്റീവിന്റെ തന്നെയാണ്. അപ്പം നമ്മൾ നേരത്തെ വേറൊരു സ്ഥലം കൂടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലവും ആളുടെ സിസ്റ്ററുതാണ്. അപ്പം ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ചക്കരക്കല്ല് ടൗണിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ അല്ലേ? ഏകദേശം ഏകദേശം 3.5 കിലോമീറ്റർ. അതുപോലെ തന്നെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് താറിട്ട റോഡാണ്. അവിടുന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 300 മീറ്ററിന്റെ ഉള്ളിലായിട്ട് അല്ല, ഇത് ബസ് റൂട്ട് ഏകദേശം 300 മീറ്ററിന്റെ ഉള്ളിലായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ഉണ്ട്. അപ്പം തൊട്ടടുത്ത് പറയുകയാണെങ്കിൽ പള്ളി, അമ്പലം, സ്കൂള് എല്ലാം തന്നെ 1 കിലോമീറ്ററിന്റെ ചുറ്റളവിന്റെ ഉള്ളിലായിട്ട് 1 കിലോമീറ്റർ ചുറ്റളവിന്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സാറേ, ഇത് നല്ല പ്രൈസിന് കൊടുത്തൂടെ? നല്ല റേറ്റിന് കൊടുത്തൂടെ അല്ലേ? അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് എന്ന് പറയുന്നത് അവിടത്തോളം ഉണ്ട്. നിങ്ങൾ ഇപ്പം നേരത്തെ കണ്ടതുപോലെ തന്നെ അവിടത്തോളം ടാർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ടാറ് ചെയ്യുമെന്ന് തോന്നുന്നല്ലേ? അപ്പം ഇതാണ് ആ ഒരു പ്ലോട്ടിന്റെ വഴി എന്ന് പറയുന്നത്. ഏകദേശം 10 അടി വീതി ഉള്ള വഴിയില്ല ഇത്? 10 അടിയില്ലേ? 10 അടി വീതിയോട് കൂടിയ വഴിയാണ്. പഴയ നമ്മുടെ നാട്ടിലെ എട കേട്ടോ, നല്ല പഴമയേറിയ ഇടവഴി. നോക്കണേ മാഷ്, നോക്കണേ. ഓക്കെ, അടിപൊളിയല്ലേ വഴി? ഇതുപോലത്തെ സ്ഥലത്തൂടെ ഒന്നും ഇപ്പോൾ അടുത്തൊന്നും നടന്നു പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യം കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. നല്ല നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ. നല്ല ഒരു പഴമ ഭംഗിയൊക്കെ നിലനിന്നിട്ടുള്ള ഏരിയ. അപ്പം തീർച്ചയായും ഈ ഒരു ഭാഗത്ത് നല്ല സ്ഥലം എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോ. അപ്പൊ ഇതാണ് സ്ഥലം അല്ലേ സാറേ? അവിടുന്ന് മുതലേ ഉണ്ടല്ലേ? അപ്പം ഈ ഒരു പ്ലോട്ട്, ഈ ഒരു ഏരിയ സ്റ്റാർട്ടാവുന്നത്, സോറി ഞാൻ കുറച്ച് മുൻപോട്ട് വന്ന്, ആക്ച്വലി ഈ ഒരു സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു പ്ലോട്ടിന്റെ അതിര് എന്ന് പറയുന്നത്, ഈ ഒരു ലാൻഡിന്റെ അതിര് എന്ന് പറയുന്നത് ഇവിടുന്നല്ലേ? ഇവിടെ ഓക്കെ. ഇതാന്നല്ലേ അതിന്റെ ഒരു ഘടകം? ഇത് ചതുപ്പേരിയ വയലേരിയ ഒന്നും അല്ലല്ലോ? വയലൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ പറമ്പാണ്. പക്ഷെ ഈ ഒരു എന്താ പറയാ, ആ പഴയ കാലത്തുള്ള ആ ഒരു ഇടയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. നല്ല വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടയാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നല്ല രീതിയിൽ റോഡുകൾ, അതായത് നല്ല ഒരു വഴി പിന്നെ ഉണ്ടാക്കിയതിന് ശേഷം എന്താ പറയാ, നല്ലൊരു പ്ലോട്ടാക്കി തരംതിരിക്കാൻ പറ്റുമല്ലേ സാറേ? അപ്പം 42 സെന്റ് സ്ഥലമാണ് ഇവിടെ നമുക്ക് ഇന്ന് വിൽക്കാൻ വന്നിട്ടുള്ളത്. 43 അല്ലേ? 43 സെന്റ് സ്ഥലം. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സാറേ, എത്ര കൊടുക്കാം നമുക്ക് സെന്റിന്? 1.4%. അപ്പം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടക്കൂലേ ഇതിലും അല്ലേ? അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ നല്ലൊരു പ്രൈസിന് കൊടുക്കണം കേട്ടോ സാറേ. അവിടെ ഉണ്ടല്ലോ കിടങ്ങ്.
അപ്പം ഈ ഒരു 43 സെന്റ് സ്ഥലം എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡയറക്റ്റ് ഓണറാണ്.